ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ SCERT പാർട്ട് 4 ആണ് എടുക്കുന്നത്. ഭൂമിയും ജൈവലോകവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണിത്. ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്. വളരെ കുറച്ച് ഫാക്ട്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ. നോക്കാം. ശിലാമണ്ഡലം. പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ എന്നീ ഭൂരൂപങ്ങൾ ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ കര അവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. അപ്പോൾ എന്തൊക്കെയാണ്? പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ. ഈ ഭൂരൂപങ്ങൾ ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ കര അവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിൻ്റെ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെകുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളെ എന്താണ് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ളത്, അതുപോലെ ചെകുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളെ പറയുന്നതാണ് പർവ്വതങ്ങൾ. ഇനി മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളെ എന്താണ് പറയുന്നത്? പീഠഭൂമികൾ എന്നാണ് പറയുന്നത്. കുറച്ച് പരന്നതും പക്ഷേ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാലമായി കിടക്കുന്ന പ്രദേശങ്ങളെ എന്താണ് പറയുന്നത്? സമതലങ്ങൾ എന്നുമാണ് പറയുന്നത്. അടുത്തതാണ് ജലമണ്ഡലം. ശിലാമണ്ഡലം കഴിഞ്ഞു. ഇനി എന്താണ്? ജലമണ്ഡലമാണ്. എന്താണ് ജലമണ്ഡലം? സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞ് കരരൂപത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ഇതെങ്ങനെയാണ്? നീരാവിയായിട്ടും ജലകണികകളുമായാണ് നിലകൊള്ളുന്നത്. അപ്പം ഈ 3 അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലത്തെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും വാതക രൂപത്തിലും ജലം ഉണ്ട്. ഭൂമിയിൽ ജലമുണ്ട്. ആ ജലത്തെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. ഭൂമിയുടെ 2/3 ഭാഗമാണ് ജലം. അതിൽ എത്ര ശതമാനമാണ് ശുദ്ധജലം? 3%. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 1%-ലും താഴെയാണ്. അപ്പോൾ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 1%-ലും താഴെയാണ്. അടുത്താണ് വായുമണ്ഡലം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം. വായുമണ്ഡലം അല്ലെങ്കിൽ അന്തരീക്ഷം എന്നും പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ശിലാമണ്ഡലം പറഞ്ഞു, ജലമണ്ഡലം പറഞ്ഞു, വായുമണ്ഡലം പറഞ്ഞു. ഇനി ജൈവമണ്ഡലമാണ് പറയുന്നത്. ജൈവമണ്ഡലം എന്നാൽ എന്താണ്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായി നിലനിൽക്കുന്നതാണ് ജൈവമണ്ഡലം. ഇനി പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസം എന്താണ്? കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തെ എന്താണ് പറയുന്നത്? ഉരുൾപൊട്ടൽ എന്നാണ് പറയുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായ ചില പ്രദേശങ്ങൾ നമുക്ക് നോക്കാം. SCERTയിൽ കൊടുത്തിരിക്കുന്ന പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്പൂരി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. വെണ്ണിയാനി, ചീയപ്പാറ ഇത് രണ്ടും ഇടുക്കി ജില്ലയിലാണ്. പുല്ലൂരാംപാറ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത്, മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാകാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞ് ഒഴുകാറുണ്ട്. ഇതെന്താണ്? വെള്ളപ്പൊക്കമാണ്. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാകാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞ് ഒഴുകാറുണ്ട്. അതിനെ എന്താണ് പറയുന്നത്? വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത്. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ്
നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകൾ എന്ന് പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി ചോദിക്കാറുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.